നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഒരു 10,000 പേരെ കൂട്ടി നീ കീശോൻ തോടിന്റെ കരയിൽ ചെല്ലണം. 12 ഗോത്രമുണ്ട്. ഇഷ്ടമുള്ളിടത്തു നിന്നൊക്കെ നല്ല ആരോഗ്യമുള്ളവരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ ഒന്നും പറഞ്ഞില്ല. സെബുലൂൻ ഗോത്രത്തിൽ നിന്നും നഫ്താലി ഗോത്രത്തിൽ നിന്നും 10,000 പേരെ അവരെയും കൂട്ടി നീ കീശോൻ തോടിന്റെ അരികെ പോകാൻ പറഞ്ഞു. അപ്പൊ സേന നയിക്കുന്ന ബാരാക്ക് ആയതുകൊണ്ട് ബാരാക്കിനോട് പറഞ്ഞപ്പോൾ ബാരാക്കിന് സമ്മതമില്ല. കാരണം സീസറയോട് നേരിടാൻ പോകാനുള്ള ധൈര്യം ബാരാക്കിന് ഇല്ലാത്തത് കൊണ്ട് ബാരാക്ക് പറഞ്ഞു ഞാൻ പോരുകയല്ല. എന്നാൽ നിർബന്ധം സഹിക്ക വയ്യാതായപ്പോൾ ബാരാക്ക് ദെബോരയോട് പറഞ്ഞു നീയും കൂടെ വരുവാണെങ്കിൽ ഞാൻ പോകാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ബാരാക്കിനോട് ദെബോര ഒരു കാര്യം പറഞ്ഞു, പോകുന്നതൊക്കെ കൊള്ളാം, യുദ്ധത്തിൽ ദൈവം ജയം തരും, പക്ഷെ അത് നിന്റെ പേരിലായിരിക്കത്തില്ല ജയം ലഭിക്കുന്നത്, ഒരു സ്ത്രീയുടെ പേരിലായിരിക്കും ജയം ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ സെബുലൂൻ ഗോത്രത്തിൽ നിന്നും നഫ്താലി ഗോത്രത്തിൽ നിന്നും 10,000 പേരെ കൂട്ടിക്കൊണ്ട് കീശോൻ തോടിന്റെ അരികെ പോയി. ഞാൻ ഒരു കാര്യം കൂടെ അവിടുന്ന് പറയാം. എന്തിനാ ഈ സെബുലൂൻ ഗോത്രത്തിൽ നിന്നും നഫ്താലി ഗോത്രത്തിൽ നിന്നും മാത്രം വിളിച്ചത്? ബാക്കി 10 ഗോത്രത്തിൽ നിന്ന് എന്താ ആരെയും വിളിക്കാതിരുന്നത്? ഇവരെ കൊണ്ടുപോയിട്ടൊരു പ്രയോജനവും ഇല്ല. സെബുലൂനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവനൊന്നും വിഷയമല്ല. അവർ യുദ്ധത്തിന് ഇറങ്ങിയാൽ അവർക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവർക്ക് ജയം നേടണം, അത് അവരുടെ ലക്ഷ്യമാണ്. നഫ്താലിയെ കുറിച്ച് പറയുന്ന അവൻ വഴിയിലൊരു പാമ്പാണ്, അവൻ പാതയിലൊരു സർപ്പമാണ് എന്ന് പറഞ്ഞാൽ അവനും ശക്തനായവനാ, തോൽപ്പിക്കാൻ വലിയ പ്രയാസമാണ്. ഇവരെ കൂട്ടി ഇപ്പോൾ നാം കാണുന്നു ബാരാക്കും ദെബോരയും ഈ 10,000 പേരും കൂടെ കീശോൻ തോടിന്റെ കരയിൽ പോയി നിൽക്കുക. ശ്രദ്ധിച്ചോണം പ്രിയമുള്ളവരെ, ആരെ നേരിടാനാ? 900 ഇരുമ്പ് രഥവും ശക്തനായ സൈന്യവുമുള്ള ഒരു സീസരയെ നേരിടാൻ 10,000 പേര്. വാളില്ല, വടിയില്ല, കുന്തമില്ല, രഥമില്ല, കുതിരയില്ല, ഒന്നുമില്ല, ചുമ്മാ പോയി നിൽക്കുക. സീസര ഈ കാര്യം അറിഞ്ഞു. എന്താ? ബാരാക്കും 10,000 പേരും കീശോൻ തോടിന്റെ കരയിൽ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ പോയി അവരെ കീഴ്പ്പെടുത്താമെന്ന് പറഞ്ഞ് സീസര അവന്റെ 900 ഇരുമ്പ് രഥങ്ങളുമായിട്ട് അവന്റെ സൈന്യവുമായിട്ട് കീശോൻ തോടിന്റെ മറുകരയിൽ വന്നു നിൽക്കുന്നു. ഇവിടെയാണ് കർത്താവിന്റെ അടുത്ത ആജ്ഞ പുറപ്പെട്ടത്. ആരോട്? മഞ്ഞുകളോടും മേഘങ്ങളോട് അവൻ കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. 5-ാം അധ്യായത്തിന്റെ ഒരു വാക്യം ഒന്ന് വായിക്കണം. 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ആ ആ ആ ആ ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. മതി. വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ മേഘങ്ങളോട് കൽപ്പിക്കുന്ന ദൈവമാണ്. മനുഷ്യനോട് മാത്രമല്ല, മൃഗങ്ങളോട് മാത്രമല്ല, അവൻ മേഘങ്ങളോട് കൽപ്പിക്കും. ഇന്ന് രാവിലെ ഞാൻ പറയാം, കർത്താവ് നമ്മുടെ നടുവിൽ വന്നില്ലെന്നോർത്തൊന്നും അക്ഷരാർത്ഥത്തിൽ വന്നില്ലെങ്കിലും ഭാരപ്പെടണ്ട. കർത്താവിൻ്റെ ഒരു വാക്ക് മതി. ശതാധിപൻ വന്ന് കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഒരു വാക്കു മതി വലിയ വിടുതലുകളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ. അപ്പൊ കർത്താവ് ഇവിടെ നിന്നുകൊണ്ടൊരു കൽപ്പന പുറപ്പെടുവിച്ചു. ആരോടാ കൽപ്പിച്ചത്? മേഘങ്ങളോട് കൽപ്പിച്ചു. ബലമില്ലാത്ത, ശക്തിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ കീശോൻ തോടിൽ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചു വന്ന് നിൽക്കുമ്പോൾ എതിരെ നിൽക്കുന്ന പ്രബലനായ ശത്രുവിനെ കണ്ട് കൂടെയുള്ളവർ ചിലപ്പോൾ നിലവിളിച്ചു കാണും, ഭാരപ്പെട്ടു പോയി കാണും. എന്തേവെന്നറിയാതെ നിലവിളിക്കുമ്പോൾ കണ്ണിന്റെ മുമ്പിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്നോർത്ത് ഭാരപ്പെടേണ്ട കേട്ടോ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒന്നും നടക്കുന്നില്ലെന്നോർത്ത് ഭാരപ്പെടേണ്ട. നീ പോലും അറിയാതെ ചില മേഘങ്ങളോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, അവൻ ആകാശത്തോട് കൽപ്പിച്ചിട്ടുണ്ട്, അവൻ ചില പ്രകൃതികളോട് ഇടപെട്ടിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? ഇവരിവിടെ ഒന്നും അറിയാതെ നിൽക്കുമ്പോൾ സൽമോൻ മലകളിൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങി.
പെയ്ത മഞ്ഞ് വെള്ളമായി ഒഴുകി കീശോൻ തോടിലൂടെ വരാൻ തുടങ്ങി. ചില സമയങ്ങൾ കൊണ്ട് പുരാതന നദിയായ കീശോൻ തോട് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. ശ്രദ്ധിച്ചോണം കേട്ടോ. കീശോൻ തോട് ആരും, മഴയില്ല, വേറെ ഒന്നും ഇവിടെ മുമ്പിൽ നടക്കുന്നില്ല, മേഘമില്ല, ഒന്നുമില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കീശോൻ തോട് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇവിടെയാണ് ദൈവത്തിന്റെ അടുത്ത അത്ഭുതം. ശ്രദ്ധിക്കണം, ഒരു വശത്ത് ഇസ്രായേൽ മക്കൾ, ദെബോര, ബാരാക്ക്, 10,000 ആളുകൾ, മറുകരയിൽ സീസര, അവന്റെ 900 ഇരുമ്പ് രഥം, സൈന്യം, കുതിര, സകലതും. ഒരു നദി കരകവിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ നദിയുടെ 2 കരകളിലേക്കും വെള്ളം കയറും. കേരളം മുഴുവൻ വെള്ളത്തിന് അടിയിലായിക്കൊണ്ടിരിക്കുക, ഭയങ്കര വെള്ളപ്പൊക്കം നടന്നുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണം, ഒരു നദി കരകവിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 കരകളിലും വെള്ളം കയറും. എന്നാൽ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. ചാപ്റ്റർ 5 വേഴ്സ് 21. തള്ളി അവരെ അങ്ങ് ഒഴുക്കിക്കൊണ്ടുപോയി. ആരെ? സീസരെയും അവന്റെ ഇരുമ്പ് രഥങ്ങളെയും അവന്റെ കുതിരകളെയും അവന്റെ സൈന്യത്തെയും ഒന്നും പോലും ഇല്ലാതെ ഈ നദി എന്ത് ചെയ്തു? ഒഴുക്കിക്കൊണ്ടുപോയി, തള്ളിക്കൊണ്ടുപോയി. അപ്പൊ തള്ളിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒഴുകിപ്പോയി എന്നല്ല പറയുന്നത്, അവരെ എന്ത് ചെയ്തു? തള്ളിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കരകവിഞ്ഞൊഴുകി വന്ന കീശോൻ തോടിന്റെ ഒഴുക്കിനെ ഒരു സൈഡിലേക്ക് ദൈവം എന്ത് ചെയ്യുക? തള്ളിക്കയറ്റി വിടുക. മറുവശത്ത് വെള്ളം കയറുന്നില്ല, അവര് സുരക്ഷിതരായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഒരു വശത്ത് ശത്രുവിന്റെ സൈന്യം നിന്നിടത്തേക്ക് ദൈവത്തിന്റെ കരം ഇവരെ എന്ത് ചെയ്തുകൊണ്ട് പോവുക? തള്ളിക്കൊണ്ടുപോവുക. എന്ത് സംഭവിച്ചെന്നറിയാം? കുതിരകൾക്ക് ഓടാൻ കഴിയുന്നില്ല, ഇരുമ്പ് രഥങ്ങൾ ചെളിയിൽ താഴ്ന്നു പോകുകയാ. താഴോട്ടുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്ന് വൽഗീതത്താൽ, ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ ഖട്ടനം ചെയ്തു. ഓടാൻ പറ്റാതെ ഇത് ചെളിയിൽ താഴ്ന്നു. സീസരയുടെ ഇരുമ്പ് രഥങ്ങളെയും സൈന്യത്തെയും ദൈവത്തിന്റെ വെള്ളം ഒഴുക്കിക്കൊണ്ടുപോയി. ഒരൊറ്റ വാക്ക് പുറപ്പെട്ടതേ ഉള്ളൂ. സൽമോനിൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങി. ആ മഞ്ഞൊരു നദിയായിട്ട് ഒഴുകാൻ തുടങ്ങി. കഴിഞ്ഞ 20 വർഷമായി ജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പ്രബലനായ ശത്രുവിന് നദി പോലെ ഒഴുക്കിക്കൊണ്ടുപോയി ദൈവജനത്തെ സുരക്ഷിതമായി നിർത്തിയെങ്കിൽ ഇന്ന് പകൽ ഞാനൊരു ദൂത് പറഞ്ഞ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കാൻ പോകുകയാ. നിനക്ക് നേരെ ഒഴുകുന്ന ചില ഒഴുക്കുകൾ, നിനക്ക് നേരെ അലറി വരുന്ന ചില അയർച്ചകളെ ദൈവം വഴിതിരിച്ചു വിട്ട, നിന്നെ വാണുകൊണ്ടിരിക്കുന്ന ചില ശക്തികളെ ദൈവം ഒഴുക്കിക്കൊണ്ടുപോകുന്ന പകലാ. സ്തോത്രം. എന്താ ദൈവജനത്തിന്റെ അടുക്കലോട്ട് ഇത് എത്താതിരുന്നത്? എന്താ ദൈവജനത്തിന്റെ അടുക്കലേക്ക് മറുവശത്ത് ഇത് കയറാതിരുന്നത്? വാഗ്ദത്തം ഉണ്ട് പ്രിയമുള്ളവരെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, പെരുവെള്ളം കവിഞ്ഞു വരും, പക്ഷേ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, എത്ര വലിയ ഒഴുക്കുകൾ എതിരെ വന്നാലും അത് എൻ്റെ അടുക്കലോളം എത്തുകയില്ലെന്ന്, അത് എൻ്റെ അടുക്കൽ എത്തത്തില്ലെന്ന്, അത് എൻ്റെ അടുക്കൽ എത്തത്തില്ലെന്നൊരു ഉറപ്പ് ഇന്ന് പകൽ എത്ര പേരുടെ അകത്തുണ്ട്? ഒഴുക്ക് കണ്ട് ഭാരപ്പെടേണ്ട കേട്ടോ, നദി വെള്ളം പൊങ്ങുന്നത് കണ്ട് ഭാരപ്പെടേണ്ട കേട്ടോ. നിൽക്കാൻ കഴിയത്തില്ലെന്ന് തോന്നിയേക്കാം, പക്ഷേ ഒരു കർത്താവിന്റെ ആജ്ഞ പുറപ്പെടുന്നുണ്ട്. അടുത്ത വാക്യം എങ്ങനെയാ പറയുന്നത്? യഹോവയുടെ ശബ്ദം പെരുവെള്ളങ്ങൾ മീതെ മുഴങ്ങുന്നുണ്ട്. രക്തത്താല ജയം, രക്തത്താല ജയം, രക്തത്താല ജയം. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ചിലതിനോട് ദൈവം ആജ്ഞാപിക്കുന്ന പകല, ചിലതിനോട് ദൈവം കൽപ്പിക്കുന്ന പകല, ചില ഒഴുക്കുകളെ ദൈവം വഴിതിരിച്ചു വിടുന്ന പകല, ചില സീസരെയും സൈന്യത്തെയും ദൈവം ഇന്ന് പകൽക്കാലം തള്ളിക്കളയുന്ന ഒരു പകലായിട്ട് ഈ ആരാധന മാറട്ടെ.
Praise the Lord. ഒരു ചിന്ത കൂടെ ഞാൻ പറയാം. പിടിച്ചു നിൽക്കാൻ കഴിയാതെ സീസര ഓടുമ്പോൾ ഒരു കൂടാരത്തിന്റെ വാതിക്കൽ ഒരാൾ നിൽക്കുക, യായേൽ. രക്ഷപ്പെട്ട് പ്രാണരക്ഷാർത്ഥം ഓടുന്നവൻ ചോദിച്ചു, ഇങ്ങോട്ട് കേറിക്കോട്ടെ എന്ന് ചോദിച്ചു. കേറിക്കോളാൻ പറഞ്ഞു. ഒരു പുതപ്പ് കൊണ്ട് അവനെ മൂടിയിട്ടു. ഇവിടെ എങ്ങാനും ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചാൽ വന്നില്ലെന്ന് പറഞ്ഞേക്കാനും പറഞ്ഞ് യായേലിന്റെ വീട്ടിൽ ഒരു പുതപ്പിനടിയിൽ സീസര കിടക്കുകയാണ്. കുടിക്കാൻ ചോദിച്ചു, പാല് കൊടുത്തു. അവൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയാ. ആയുധം ഒന്നും അവിടെ ഇല്ല. പക്ഷെ നോക്കിയപ്പോൾ ഒരു കൂടാരത്തിന്റെ കുറ്റിയേ ഉള്ളൂ. കൂടാരത്തിന്റെ കുറ്റി വലിച്ചൂരി അവന്റെ നെറ്റിയിൽ അടിച്ചിറക്കി അവനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. പക്ഷെ വാക്ക് പറഞ്ഞവൻ വാക്ക് മാറത്തില്ല കേട്ടോ. ചില ദിവസങ്ങൾക്ക് മുമ്പ് കേട്ട കർത്താവിന്റെ ആജ്ഞയാണ്, സീസറെ ഞാനൊരു സ്ത്രീയുടെ കയ്യിൽ എന്ത് ചെയ്യും? ഏൽപ്പിക്കും. നീ കൂടാരത്തിനകത്തിരുന്നാ മതി. നിന്റെ ശത്രു നിന്റെ കാൽ കീഴെ ദൈവം കൊണ്ടുവരുന്ന ഒരു കാഴ്ച ആത്മാവിൽ കാണണം. നീ ശത്രുവിനെ തേടി പോകുകയല്ല, നിന്നെ പീഡിപ്പിച്ചവനെ അന്വേഷിച്ചു പോകുകയല്ല, അതിന്റെ പുറകെ പോകുകയല്ല. അതിനെ നിന്റെ കൂടാരത്തിൽ കൊണ്ടുവരുന്ന ഒരു ദൈവം നമുക്കായിട്ട് ജീവിക്കുന്നുണ്ട്. എല്ലാ കണ്ണുകളും ദൈവം അടയ്ക്കാം. നാം ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാ. ചില ദൈവ പ്രവർത്തികൾ ഇന്ന് പകൽ സംഭവിക്കണം. ചില വിടുതലുകൾ ഇന്ന് പകൽ സംഭവിക്കണം. ചില ഒഴുക്കുകൾ ഇന്ന് പകൽ നിൽക്കണം. ചിലതിനോട് ഇന്ന് പകൽ കർത്താവിന്റെ രാജ്ഞ പുറപ്പെടണം. ചില രോഗാത്മാക്കളെ ഇന്ന് പകൽ ദൈവാത്മാവ് ശാസിക്കണം. ചില കീശാന്തോട് കരകവിഞ്ഞ് ഒഴുകും. പക്ഷേ ചില സീസറയുമാരും അവന്റെ രഥത്തിന്റെ ചക്രങ്ങളുടെ അതിന്റെ ഒഴുക്കിനെ തടയുന്ന ചില ദൈവപ്രവൃത്തികൾ ഇന്ന് പകൽ സംഭവിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. വിശ്വാസത്തോട് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ചിലതിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. രക്തത്താല ജയം, രക്തത്താല ജയം, രക്തത്താല ജയം. നാം ചുരുക്കം പേര് മാത്രമേ ഇതിനകത്തുള്ളെങ്കിലോ ചില വിടുതലുകൾ പരിശുദ്ധാത്മാവിന്ന് ചെയ്യും കേട്ടോ. ചില രോഗങ്ങൾ ഇന്ന് പകൽ ദൈവം സൗഖ്യമാക്കും കേട്ടോ. ചില അത്ഭുതങ്ങൾ കർത്താവ് ഇന്ന് പകൽ ചെയ്യും കേട്ടോ. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് ആജ്ഞ കൊടുക്കുന്നു. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറഞ്ഞ കർത്താവ് ചിലതിനോട് ആജ്ഞാപിക്കുന്നു. നിന്നെ വാഴുന്ന, നിന്നെ ഭീതിപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ ബലഹീനപ്പെടുത്തുന്ന, നിന്നെ പുറകോട്ട് വലിക്കുന്ന ചിലതിനോട് ഇന്ന് പകൽ കർത്താവ് കൽപ്പിക്കുന്ന പകലാ. നിന്റെ ഉള്ളിൽ സംശയമിടുന്ന, ഭാരമിടുന്ന, വിശ്വാസത്തിൽ ക്ഷീണിപ്പിക്കുന്ന, അധൈര്യപ്പെടുത്തുന്ന ചിലതിന്റെ മേൽ ഇന്ന് പകൽ ദൈവത്തിനൊരു കൽപ്പന പുറപ്പെടട്ടെ. ഏതെല്ലാം വിഷയത്തിന് മുമ്പിൽ ഭാരപ്പെടുന്നുണ്ടോ, ഏതെല്ലാം വിഷയത്തിന് മുമ്പിൽ ഭീതിപ്പെടുന്നുണ്ടോ, ഏതെല്ലാം വിഷയത്തിൽ നെടുവീർപ്പിടുന്നുണ്ടോ, അതിന്റെ മേൽ ഒരു ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കർത്താവേ നീ ഒന്ന് കൽപ്പിച്ചാൽ മതി. ഇതുവരെ മഞ്ഞ് പെയ്യാത്ത മലകളിൽ മഞ്ഞ് പെയ്യും. ഇതുവരെ സംഭവിക്കാത്ത ചിലത് സംഭവിക്കും. ഇതുവരെ ഒരിക്കലും അങ്ങനെ ആർക്കൊരു ജയം കൊടുക്കാതിരുന്നിടത്ത് എനിക്ക് അങ്ങനെ ഒരു ജയം തരാൻ, മറ്റാരും പ്രാപിച്ചിട്ടില്ലാത്തതുപോലെ ഒരു വിടുതൽ പ്രാപിപ്പാൻ, മറ്റാർക്കും ഉണ്ടായിട്ടില്ലാത്തതുപോലെ ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കാൻ, എന്റെ കുടുംബത്തിൽ നടക്കാൻ ഇന്ന് പകൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധ പിതാവേ, നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം വിടുതലായി മാറട്ടെ, സൗഖ്യമായി മാറട്ടെ, അത്ഭുതമായി മാറട്ടെ, ദൈവിക ബലമായി മാറട്ടെ, നിരാശകൾ മാറട്ടെ, അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ, ചില പ്രതിസന്ധികൾ വഴി മാറട്ടെ. നാളുകളായി പീഡിപ്പിക്കുന്ന ചില സീസരയമാർ തകർക്കപ്പെടുന്ന പകലാകട്ടെ. ശത്രുവിനെ ഞാൻ നിന്റെ പാദപീഠമാക്കുമെന്ന് ദൈവത്തിന്റെ വചനമാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ വിടുതൽ കൂടാരത്തിനകത്ത് വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ വിടുതൽ കൂടാരത്തിൽ വരട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ വിടുതൽ നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് കൊണ്ടുവന്ന് അതിനെ ദൈവം കാണിച്ചു തരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിൻ പരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും. Listening to the word of God, Lord God has blessed us, hallelujah, through these words, hallelujah. This is the